ഹലോ, നമുക്കിന്ന് ഒരു ഗ്രാമർ ക്ലാസ് അറ്റൻഡ് ചെയ്യാം കേട്ടോ. ഇത് കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ്സാണ്. അപ്പോൾ അവർക്ക് എളുപ്പത്തിൽ അവർക്ക് ഓർമ്മ നിൽക്കുന്ന രീതിയിൽ എങ്ങനെ ഗ്രാമർ പഠിക്കാം എന്നുള്ളതാണ്. അപ്പം പാർട്സ് ഓഫ് സ്പീച്ചിൽ ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നൗണ്. ഓക്കെ, നൗൺ എന്നാൽ എന്ത്? വാട്ട് ഈസ് നൗൺ? അപ്പോൾ വലിയ ഡെഫിനിഷനൊക്കെ ആകുമ്പോഴവർക്ക് ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും കൊച്ചുകുട്ടികൾക്ക് ഓർമ്മ നിൽക്കും. അപ്പോൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡ്, സെക്കൻഡ് സ്റ്റാൻഡേർഡ്, UKG മുതലുള്ള കുട്ടികൾക്ക് എങ്ങനെ മനസ്സിലാക്കി കൊടുക്കാം? അപ്പോൾ പാരൻസിന് വേണമെങ്കിലും മദേഴ്സിനൊക്കെ ഈ വീഡിയോ കണ്ടതിന് ശേഷം അതേ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താൽ നന്നായിരിക്കും. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദി ക്ലാസ്. ഓൾറൈറ്റ്, സോ പെട്ടെന്ന് നമ്മൾ നൗൺ എന്ന് പറയുമ്പോൾ നമുക്ക് ഓർക്കാനായിട്ട് എളുപ്പ ഒരു വഴി എന്ന് പറഞ്ഞാൽ നെയിംസ്. നൗൺസ് ആർ നെയിംസ്, പേരുകളാണ്. എന്തിൻ്റെയും പേര്, അതാണ് നൗൺ. ഓക്കെ, സോ നൗൺസ് ആർ നെയിംസ് ഓഫ്. ഇപ്പോൾ ഒരു ഡെഫിനിഷൻ പറയുവാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് നൗൺ ഇസ് എ നെയിം ഓഫ് എ പേഴ്സൺ, പ്ലേസ്, തിങ്, ആനിമൽ, ബേർഡ്, എക്സെട്ര. സോ ബേസിക്കലി വാട്ട് ആർ നൗൺസ്? നൗൺസ് എന്നാൽ എന്ത്? പേരുകളാണ്. നൗൺസ് ആർ നെയിംസ്. സോ ദിസ് ഈസ് ആർ ടോപ്പിക്. ഓക്കെ, നൗൺസ്. Now nouns are names. They are nothing but names. Okay. Okay, so nouns are names. Now, names of anything. People, okay, place, things, and animals and birds. So, nouns are names. Nouns are names. Okay, nouns are names of people, place, things, animals, birds. Okay. So, nouns means always names. Okay. For example, we will write one example. Okay. So, now the names of people like Ram, Alex, Rani, etc. Okay, so Ram, Alex, Rani. My name is Chitra. So it's a name of a person, name of people. So name of people are nouns. Okay, so എപ്പോഴെങ്കിലും ഒരു സെൻറ്റൻസിൽ ഇതുപോലുള്ള പേരുകൾ, ആളുകളുടെ പേരുകൾ, സ്പെസിഫിക് ആയിട്ട് പേരുകൾ കാണുകയാണെങ്കിൽ അത് നൗൺസ് ആണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, നൗ പ്ലേസ്, സ്ഥലങ്ങളുടെ പേരുകൾ. ഓക്കെ, ലൈബ്രറി, സ്കൂൾ. Names of particular places like Delhi. Okay, of countries, Europe, Canada, USA, India,
Pakistan, China. Okay, all these places names like ഇപ്പം കേരളത്തിലെ സ്ഥലങ്ങൾ എടുക്കുവാണെങ്കിൽ എറണാകുളം, കൊച്ചിൻ, തിരുവനന്തപുരം, or Trivandrum. So all these names are names of places. They are known as nouns. They are also nouns. Okay, now things, സാധനങ്ങളുടെ പേര്. Okay, like table, chair, കസേര, മേശ, okay, sofa, whiteboard, wall, marker. All these are things. അപ്പോൾ ഇതൊക്കെ nouns ആണ്. So basically nouns are names of anything. Okay, animals and birds. Okay, like dog, cat, elephant, donkey, camel, giraffe, zebra. Birds like parrot, peacock, ostrich. So name any animal, bird, place, things or people. They are called nouns. അതെല്ലാം noun ആണ്. So nouns എന്ന് പറയുമ്പോൾ തന്നെ നെയിംസ്, പേരുകളാണ് നമുക്ക് മനസ്സിൽ ഓർക്കേണ്ടത്. പേര്, എന്തിൻ്റെയും പേര്, അതാണ് നൗൺസ്. ഓക്കെ, സോ ഇത് കുറച്ചുകൂടെ മനസ്സിലാക്കി തരാൻ വിൽ ഗോ അബൌട്ട് വിത്ത് ആൻ എക്സാമ്പിൾ. ഓക്കെ, നമ്മളൊരു എക്സാമ്പിളിൽ കൂടെ കൂടുതൽ മനസ്സിലാക്കാം. ഫോർ എക്സാമ്പിൾ, ഐ വിൽ റൈറ്റ് എ സെൻറ്റൻസ്. ഓക്കെ, ഫസ്റ്റ് സെൻറ്റൻസ്. So what's the sentence? Meera is a girl. Meera is a girl. Meera is the name of a girl. That is the meaning of the sentence. Meera oru penkuttiyana. Meera is a girl. Meera oru penkuttiyana. Now, ഇങ്ങനെ ഒരു സെൻറ്റൻസ് വരുമ്പോൾ എന്തായിരിക്കും നൗൺസ്? വാട്ട്? ഓക്കെ, വിച്ച് ഓൾ വേർഡ്സ് ആർ നൗൺസ് ഹിയർ? എന്തൊക്കെയാണ് ഇതിൽ നൗൺ എന്ന് പറയുന്നത്? സോ വി ഓൾറെഡി നോ പേരുകളാണ് അല്ലേ, പേരുകൾ. അപ്പം നമ്മൾ പേര് ഏതൊക്കെയാണ് ഇതിൽ പേര് വരുന്നത്? നൗൺസ്, അതാണ് നൗൺസ്. സോ മീര, മീര ഇസ് ദ നെയിം ഓഫ് എ ഗേൾ. ഒരു പെൺകുട്ടിയുടെ പേര് ആണ് മീര. സോ മീര ഈസ് എ നൗൺ ആൻഡ് ഈസ് എ ഗേൾ. ഗേൾ, പെൺകുട്ടി. ഗേൾ ഈസ് ഓൾസോ എ നൗൺ. നൗ മീര എന്ന് പറയുന്നത് ഒരു പെൺകുട്ടിയുടെ പേര്, നമ്മൾ പേരെടുത്ത് പറയാണ് ആ പെൺകുട്ടിയുടെ. അപ്പോൾ മീര, മീര എന്ന് പറയുന്നത് അപ്പോൾ എന്ത് നൗൺ ആയിരിക്കും? ഇറ്റ്സ് എ പ്രോപ്പർ നൗൺ. അത് നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു പേര് ആ പെൺകുട്ടിക്ക് കൊടുത്തിരിക്കുകയാണ് അല്ലേ. വി ഹാവ് ഗിവൺ എ പെർട്ടിക്കുലർ നെയിം, എ പ്രോപ്പർ നെയിം ഫോർ ദാറ്റ് ഗേൾ, മീര. അപ്പോൾ അത് പ്രോപ്പർ നൗൺ ആണ്. ആൻഡ് ഗേൾ, ഗേൾ ഈസ് ഓൾസോ എ നൗൺ. അപ്പോൾ എന്ത് നൗൺ ആണ് ഗേൾ? സോ ഗേൾ ഈസ് എ കോമൺ നൗൺ. വൈ ഈസ് ഇറ്റ് എ കോമൺ നൗൺ? Because girls are many. There are many girls out there. There are many girls out there. അപ്പോൾ ഒരുപാട് ഗേൾസിൽ ഏതോ ഒരു പെൺകുട്ടിയാണ് നമ്മൾ പറയുന്നത് അല്ലേ. അപ്പോൾ ഒരുപാട് ഗേൾസ് ഉള്ളത് കാരണം ഗേൾ എന്നത് കോമൺ നൗണും മീര എന്ന് പറയുന്നത് ഒരു കുട്ടിയുടെ പ്രത്യേക പേരാണ് അല്ലേ. ഒരു പെൺകുട്ടിക്കുള്ള പ്രത്യേക പേരെടുത്ത് പറയുന്നു മീര. സോ ദാറ്റ്സ് വൈ മീര ഈസ് എ പ്രോപ്പർ നൗൺ. അപ്പോൾ ഇപ്പം നമ്മൾ നൗൺ എന്താണെന്ന് പഠിച്ചു. And different types, 2 types of nouns also we have looked into. That is proper noun and common noun. So hope ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. So you can show this video to your child, or even you can see and then explain the same to your child. Okay.